Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. നമുക്കപ്പോൾ ഇന്ന് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്നുള്ള ചാപ്റ്റർ നോക്കാം. ലാസ്റ്റ് ഞാൻ ഇട്ടിരുന്നത് കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്നുള്ള ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. പാർട്ട് 2 ഏകദേശം റെഡി ആയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഇടാം. ഓക്കെ, സോ തുടർന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ യു ആർ സപ്പോർട്ടിങ് മീ ടു ഡു മോർ ആൻഡ് മോർ വീഡിയോസ് ഫോർ യു. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കയറാൻ പറ്റും. ഓക്കെ, സോ സമയം കളയേണ്ട, ലെറ്റ് സ്റ്റാർട്ട്. സെല്ലുകളെ കുറിച്ച് നമ്മൾ മുൻപും പഠിച്ചിട്ടുണ്ട്. നമ്മൾ റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററൊക്കെ നമ്മൾ 7th പഠിച്ചപ്പോൾ സെല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് എ സെൽ? നമ്മൾ ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ ഈ കല്ലുകൾ ബ്രിക്സ് വെച്ച് അങ്ങനെയാണല്ലോ ഈ ബിൽഡിംഗ് പൊങ്ങി വരുന്നത്. അതിനോടാണ് നമ്മൾ ഇതിനെ ആക്ച്വലി റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോഡി സെൽസ് അല്ലെങ്കിൽ ഇപ്പോൾ ബോഡി അല്ല, നമ്മുടെ ഏത് ലിവിങ് ഓർഗാനിസംസ് ആണെങ്കിലും ഹ്യൂമൻസ്, അനിമൽസ്, പ്ലാന്റ്സ്, ഇനി മറ്റുള്ള മൈക്രോ ഓർഗാനിസംസ്, അവർക്ക് എല്ലാം തന്നെ ഈ സെല്ലാണ് ബേസിക് ആയിട്ടുള്ളത്. ബിൽഡിങ്ങിൻ്റെയും കല്ലിൻ്റെയും ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലും ഒരു ബേസിക് ആയിട്ടുള്ള സംഭവമാണ് ഈ സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ ഒരേപോലത്തെ കല്ലുകൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഷേപ്പിൽ സൈസിലുള്ളത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ലിവിങ് ഓർഗാനിസംസിൽ ഉള്ള സെല്ലുകൾക്ക് ഡിഫറെൻറ്റ് സൈസും ഷേപ്പും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഡിഫറെൻറ്റ് സെല്ലുകൾക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഉണ്ടാവുക. സോ വാട്ട് ഈസ് എ സെൽ എന്ന് ചോദിക്കുമ്പോൾ സെൽസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം എന്ന് പറയാം. സെല്ലുകൾക്ക് സ്ട്രക്ചർ ഉണ്ട്, ഓരോ സെല്ലിനും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദേ ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. പല തരത്തിലുള്ള സെല്ലുകളുണ്ട്, ഡിഫറെൻറ്റ് സെൽസും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ബേസിക് ആയിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂട്രീഷൻ എന്നുള്ള കാര്യം അല്ലേ? നമ്മൾ ഫുഡിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ വലിച്ചെടുത്ത് അതിന് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഡെയിലി ആക്ടിവിറ്റീസിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് സെൽസാണ്. സെൽസിൻ്റെ ഉള്ളിലാണ് ഈ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത് അല്ലേ? അതുപോലെ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ബോഡി വളരുന്നത് സെൽസ് ബിൽഡ് ചെയ്തിട്ടാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ അല്ലേ? റീപ്രൊഡക്ഷൻ, നമ്മളൊന്ന് മൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡൈജഷൻ. ഇനി മൊത്തത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബോഡിക്ക് സ്ട്രക്ചർ കൊടുക്കുന്നത് തന്നെ സെൽസാണ്. ഓക്കെ, അതുപോലെ തന്നെ ബോഡി റിപ്പയർ. ഇപ്പം നമ്മൾക്ക് ഒരു കത്തി വെച്ചിട്ടൊന്ന് മുറിഞ്ഞു, നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ അവിടെ നിൽക്കുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ആ മുറി വന്ന പാട് തന്നെ മാറുന്നു അല്ലേ? സോ ഇതൊക്കെ എന്താണ്? ബോഡി റിപ്പയർ ആണ്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? സെൽസ് തന്നെയാണ്. ദീസ് ഓൾ ഫങ്ഷൻസ് ആർ ക്യാരീഡ് ഔട്ട് ഇൻസൈഡ് ദ സെൽസ്. ഓക്കെ, സെൽസിനെ കുറിച്ച് ആദ്യം പഠിക്കുന്നതും അതിനെ ഡിസ്കവർ ചെയ്യുന്നതും റോബർട്ട് ഹൂക്ക് എന്നുള്ള സയൻറ്റിസ്റ്റാണ്. സോ എപ്പോഴും ആലോചിച്ച് വെക്കുക, റോബർട്ട് ഹൂക്ക്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഈ സെല്ലിനെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ പാർട്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് മൈക്രോസ്കോപ്പാണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അത്രയും സൂക്ഷ്മമായിട്ട് ചെറുതായിട്ടുള്ള എല്ലാ സംഭവത്തിനും നല്ല മാഗ്നിഫൈ ചെയ്ത് നന്നായിട്ട് എൻലാർജ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും യൂസിങ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ആണുള്ളത്. ഓക്കെ, ട്രില്യൺ എന്ന് വെച്ചാൽ നമ്മൾ 1 ബില്യൺ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് 1 കഴിഞ്ഞ് ഒരു 9 0, അതാണ് ഒരു 1 ബില്യൺ എന്ന് പറയുന്നത്. 1 ട്രില്യൺ എന്ന് പറയുന്നത് 1000 ബില്യൺ ആണ്. അതായത് 1 ഇട്ട ശേഷം 12 സീറോസ് വരുന്നുണ്ട്. അതായത് 10⁻12 എന്ന് നമുക്ക് പറയാം.
ഇത്രയും നമ്പർ ഓഫ് സെൽസ് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിലുണ്ട്. ഓക്കെ, സോ ഹ്യൂമൻ ബീങ്സ്, അതുപോലെ പ്ലാന്റ്സ്, അനിമൽസ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, ഇവർക്കെല്ലാം തന്നെ ഒരുപാട് സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് സെൽസ്, ഒന്നിൽ കൂടുതൽ സെൽസിനെ നമുക്ക് മൾട്ടി സെൽ എന്ന് പറയാം അല്ലേ. സോ മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇതൊക്കെ. നമ്മൾ വലിയ വലിയ ആളുകളാകുമ്പോൾ ഹ്യൂമൻ ബോഡി ആണെങ്കിലും പിന്നെ എലിഫൻറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്പർ ഓഫ് സെൽസ് അവിടെ കൂടും. ഓക്കെ, ചെറിയൊരു ഓർഗാനിസം ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സെൽസ് കുറവായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ കൂടുതൽ നമ്പർ ഓഫ് സെൽസ് ഉള്ള ഓർഗാനിസത്തിന് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. ഓക്കെ, സോ എന്താണ് യൂണി സെല്ലുലാർ ഓർഗാനിസം? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അമീബ, പാരമേഷ്യം അല്ലേ, ഇതുപോലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിന് യൂണി സെല്ലുലാർ, അതായത് ഒറ്റ സിംഗിൾ സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ദേ ആർ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. സോ ഇതും ക്വസ്റ്റ്യൻ ചോദിക്കും, സിംഗിൾ സെല്ലുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ യൂണി സെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിൾ നമുക്ക് ആരെന്ന് പറയാം? അമീബ, പാരമേഷ്യം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, പിന്നെ നമുക്ക് ഈസ്റ്റ് പറയാം, ബാക്ടീരിയ പറയാം. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കണം, ആൽഗെ, ഫംഗി ഇതെല്ലാം മൾട്ടി സെല്ലുലറാണ്. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും മൾട്ടി സെല്ലുലർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ്, അനിമൽസ്, പ്ലാന്റ്സിലൊക്കെ പെടുന്ന മൾട്ടി സെല്ലുലാറിൽ പെടുന്ന ആൾക്കാരാണ് ആൽഗെ, ഫംഗി ഒക്കെ. ഓക്കെ, സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഓഡ് വൺ ഔട്ടിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നമ്പർ ഓഫ് സെൽസ് കുറവുള്ള ഓർഗാനിസം ആണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബോഡി ഫങ്ഷൻസിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ സ്മാളർ ഓർഗാനിസംസിന് നമ്പർ ഓഫ് സെൽസ് കുറവായിരിക്കും, പക്ഷേ ആ ഉള്ള നമ്പർ ഓഫ് സെൽസ് വെച്ചിട്ട് തന്നെ അതിൻ്റെ എല്ലാ ബോഡി ഫങ്ഷനിങ്സും ആ സെല്ല് അവിടെ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയിട്ടുള്ള അമീബ. അതെന്ത് ചെയ്യുന്നുണ്ട്? ക്യാപ്ചർ ആൻഡ് ഡൈജസ്റ്റ് ഫുഡ് അല്ലേ, അത് ഫുഡ് എടുക്കുന്നുണ്ട്, അതുപോലെ അത് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, എക്സ്ക്രീറ്റ്സ് ഇതിൻ്റെ എല്ലാം വേസ്റ്റ് എക്സ്ക്രീഷനായിട്ട് അത് കളയുന്നുണ്ട്, അതുപോലെ അത് ഗ്രോ ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫങ്ഷൻസും ആ ഒരൊറ്റ സിംഗിൾ സെൽ അവിടെ ചെയ്യുന്നുണ്ട്. സോ ഇത് അമീബ, പാരമേഷ്യം പോലുള്ള സിംഗിൾ സെല്ലിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ മൾട്ടി സെല്ലാണെങ്കിൽ എന്താണ്? ഞാൻ പറഞ്ഞു, മൾട്ടി സെല്ലാണെങ്കിൽ ഓരോ സെൽസിനും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. ഓരോ സെല്ലെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് കൂട്ടം സെല്ലുകൾ, ഒരേപോലുള്ള സെയിം ടൈപ്പ് ഓഫ് സെല്ലുകൾ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും. ഓക്കെ, സോ ഈ സെയിം ടൈപ്പ് ആയിട്ടുള്ള സെല്ലുകൾ ഗ്രൂപ്പായി ഫോം ചെയ്യുന്നതിനെ നമ്മൾ ടിഷ്യൂ എന്ന് പറയും. അങ്ങനെ പലതരം ടിഷ്യൂസ് ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂലുള്ളത് സെയിം ടൈപ്പ് ഓഫ് സെൽസ്, അതുപോലെ വേറൊരു ടിഷ്യൂലുള്ളത് വേറെ സെയിം ടൈപ്പ് ഓഫ് സെൽസ്. അപ്പോൾ അങ്ങനെ ഉള്ള ടിഷ്യൂസുകൾ തമ്മിൽ ചേർന്നിട്ടാണ് ഓർഗൻ ഉണ്ടാവുന്നത്. നമുക്ക് ഓർഗൻസ് എന്തൊക്കെ അറിയാം? സ്റ്റൊമക്ക്, ഹാർട്ട്, കിഡ്നി, ലിവർ അല്ലേ, പാൻക്രിയാസ് ഉണ്ട്. അതുപോലെ ഒരു ഡൈജഷൻ പ്രോസസ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ പറഞ്ഞ പോലെ ഒരുപാട് ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ ഓർഗൻസ് എല്ലാം ഫോം ചെയ്യുന്നത് ടിഷ്യൂസിൽ നിന്നാണ്. ടിഷ്യൂസ് ഇൻടേൺ എങ്ങനെ ഫോം ചെയ്യുന്നത്? സെൽസിൽ നിന്നാണ് അല്ലേ. സോ ഈ ഓർഗൻസ് ഫങ്ഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഉള്ള ഫങ്ഷനിങ് മൊത്തം നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയാൽ നമുക്ക് ലൈഫ് ഉണ്ടാവില്ല അല്ലേ, കിഡ്നി ഫെയിലിയർ ആയാൽ ലൈഫ് ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പിന്നെ വി കനോട്ട് ലിവ് അല്ലേ, നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യാൻ ബേസിക് ആയിട്ട് എന്ത് വേണം? സെല്ല് വേണം അല്ലേ. സെയിം ടൈപ്പ് ഓഫ് സെല്ല് ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ടിഷ്യൂ പോലെയല്ല വേറൊരു ടിഷ്യൂ, വേറെ ടിഷ്യൂവിൽ വേറെ ടൈപ്പ് ഓഫ് സെൽസിൻ്റെ, അതായത് ആ സെല്ലുകൾ സെയിം ടൈപ്പ് ആയിരിക്കും ഒരു ടിഷ്യൂവിൽ. ഇപ്പോൾ ടിഷ്യൂ നമ്പർ 1 പറയുകയാണെന്ന് വെച്ചാൽ അതിൽ സെയിം ടൈപ്പ് ഓഫ് എ സെല്ലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ടിഷ്യൂ നമ്പർ 2 ഒരു സെല്ല് പറയുകയാണെന്ന് വെച്ചാൽ ബി ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ സെൽസ് ആർ സെറ്റ് ടു ബി ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. വൈ എന്ന് ചോദിച്ചാൽ എന്താണ്? ഇതൊക്കെയാണ് പറയേണ്ടത്. ഓക്കെ, ഇതിലൊക്കെ ബേസിക് ആയിട്ടുള്ള ആൾ ആരാണ്? സെല്ലാണ് അല്ലേ. അതിൻ്റെ ഫങ്ഷൻസും എല്ലാം ചേർത്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്താൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നമ്പർ ഓഫ് സെൽസിനെ കുറിച്ച് നോക്കി. നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ യൂണി സെല്ലുലാർ ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഉണ്ട്. നമ്പർ ഓഫ് സെൽസ് വേരീസ് ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം അല്ലേ. ചെറിയ ഓർഗാനിസംസ് ആണെങ്കിൽ കുറച്ച് സെൽസ് ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോലെ ഹ്യൂമൻ ബോഡി പോലെ പിന്നെ എലിഫൻറ്റ് അങ്ങനെയൊക്കെ കൂടി വരും തോറും നമ്പർ ഓഫ് സെൽസും അവിടെ കൂടി വരും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈസ് ഓഫ് സെൽ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് സെൽസ് കൂടാം, പക്ഷേ സൈസ്
നമ്മൾ ഈ ഇപ്പോൾ ബോഡി സൈസ് വെച്ചിട്ടും സെൽ സൈസ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു എലിഫൻറ്റിന് ഇത്രയും വലിയ ജീവിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സെല്ലിൻ്റെ സൈസ് കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് സൈസ് ഓഫ് സെൽ ഹാസ് നോ റിലേഷൻ വിത്ത് ദ സൈസ് ഓഫ് ബോഡി ഓഫ് ദ ഓർഗാനിസം. ആക്ച്വലി സൈസ് ഓഫ് സെൽ ഇസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫങ്ഷൻ. ഓക്കെ, അത് എന്ത് തരം ഫങ്ഷൻ ആണോ ചെയ്യുന്നത് ആ സെല്ല് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ വലിപ്പം. അതായത് ഒരു എലിഫൻറ്റും റാറ്റിനെയും കമ്പയർ ചെയ്താൽ റാറ്റിന് ചെറിയ സെല്ലുകളും എലിഫൻറ്റിന് വലിയ സെല്ലുകളും ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എഗ്ഗ്, അതായത് ഒരു കോഴിമുട്ട എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെൽ, ഒരു സിംഗിൾ സെല്ലാണത്. ഓക്കെ, എഗ്ഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ് എന്നുള്ളത് നിങ്ങൾ റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തൊരു ചാപ്റ്ററാണത്. സോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച്. സോ നമ്മുടെ ഈ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ് ഏറ്റവും ലാർജസ്റ്റ്. ഓക്കെ, സോ ഈ സെല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ഇത്രയ്ക്കും വലുതാവാം സെല്ലുകൾ, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ട് അത്രയും ചെറിയ സെൽസും ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ സൈസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. സോ വി ഹാവ് ലേൺഡ് എന്താണ് ഒരു സെൽ, വാട്ട് ഇസ് എ സെൽ, സെൽ നമ്പറിനെ കുറിച്ച് പഠിച്ചു, സൈസിനെ കുറിച്ച് പഠിച്ചു. ഇനി ഒരാളുള്ളത് ഷേപ്പാണ്, ഷേപ്പ് ഓഫ് സെൽസ്. ജനറലി സെല്ലുകളൊക്കെ റൗണ്ടായിട്ട്, സ്പിരിക്കലായിട്ട്, അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ്, കുറച്ചിങ്ങനെ നീണ്ട പോലെ, അങ്ങനത്തെ സെൽസാണ് കൂടുതലായിട്ട് കാണാൻ പറ്റും. ചില സെല്ലുകൾ ലോങ് ആയിട്ട് രണ്ടറ്റത്തും പോയിൻറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ലോങ് ആയിട്ട് രണ്ടറ്റത്തും പോയിൻറ്റഡ് ആയിട്ടുള്ളതിനെ നമ്മൾ സ്പിൻഡൽ ഷേപ്പ് എന്നാണ് പറയുക. ഓക്കെ, ചില സെല്ലുകൾ ബ്രാഞ്ചഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കും, നമ്മൾ റൗണ്ടഡ് എന്ന് പറഞ്ഞു സ്പിരിക്കലായിട്ടുള്ളത്, അതിന് റെഡ് ബ്ലഡ് സെൽസ് ആണ് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് സെല്ലുകളെ കുറിച്ച് 2-3 സെല്ലുകൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ ബ്ലഡിലുള്ള ഒരു തരം സെല്ലുണ്ട്, 3 തരത്തിലുള്ള സെല്ലുകളുണ്ട് ബ്ലഡിൽ. റെഡ് ബ്ലഡ് സെല്ല്, വൈറ്റ് ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്സ് പറഞ്ഞിട്ട് അതിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റൗണ്ടഡ് ആയിട്ട്, സ്പിരിക്കലായിട്ട്. ഓക്കെ, അതുപോലെ സ്പിൻഡൽ ഷേപ്പ് എന്ന് ഞാൻ പറഞ്ഞത് 2 സൈഡും 2 അറ്റവും പോയിൻറ്റഡ് ആയിട്ട്, ബോത്ത് എൻഡ്സ് ആർ പോയിൻറ്റഡ്, അതായത് ലോങ് ആയിട്ട് അറ്റത്ത് പോയിൻറ്റഡ് ആയിട്ടുള്ള സ്പിൻഡൽ ഷേപ്ഡ്, അതിന് മസിൽ സെൽസ് ആണ്. ഓക്കെ, സ്പിൻഡൽ ഷേപ്ഡ് ആയിട്ടുള്ളത് മസിൽ സെൽസ് ആണ്. ബ്രാഞ്ചഡ് ആയിട്ടുള്ളത്, ലോങ് ആയിട്ട് ബ്രാഞ്ചഡ് ആയിട്ടുള്ളത് നെർവ് സെൽസ്. ഓക്കെ, RBC എന്ന് പറയുമ്പോൾ ബ്ലഡിലുള്ളതാണ്. അതുപോലെ തന്നെ മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഡി മസിൽസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാർട്ടാണെങ്കിലും ഹാർട്ടിലും ഉണ്ട് മസിൽസ് അല്ലേ. സോ ആ മസിലൊക്കെ ഈ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ആണ് അവിടെ ഉണ്ടാവുക, സ്പിൻഡൽ ഷേപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നെർവ് സെൽസ് എന്ന് പറയുന്നത്, നെർവ്സ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിലുണ്ടാവുന്ന സെല്ലുകളാണ് നെർവ് സെൽസ്. നെർവ് സെൽസ് അപ്പോൾ എന്തായിരിക്കും അവരുടെ ഫങ്ഷൻ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചൂടുള്ള സംഭവം നമ്മൾ തൊട്ട ഉടനെ തന്നെ ആ ഒരു ഇമ്പൾസ് അല്ലേ, ആ പെട്ടെന്ന് നമ്മൾ കൈയെടുത്ത് മാറ്റുന്നു. അതെന്താ കാരണം? പെട്ടെന്ന് ബ്രെയിനിലോട്ട് നെർവ്സ് സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെയിൻ തിരിച്ച് നമ്മളോട് പറയും, ആ തൊടല്ലേ, അത് ചൂടുണ്ട്, വേഗം കൈയെടുത്തോ അല്ലേ. So that is nerve cell receives and transfer messages from the brain and to the brain, and thereby control and coordinate the working of different parts of the body അല്ലേ. സോ ഒരു ഹ്യൂമൻ ബോഡിക്ക് അകത്തുള്ള 2-3 തരത്തിൽ ഡിഫറെൻറ്റ് സെൽസിൻ്റെ ഷേപ്പുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനിയും വേറെ സെല്ലുകളുണ്ട്, അതിനും ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഇത്ര മതി. ഇനി നമ്മൾ മൈക്രോ ഓർഗാനിസമായ അമീബനെ കുറിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ അതിലുള്ള സിംഗിൾ സെല്ലാണ് പറഞ്ഞാൽ ഒരൊറ്റ സെല്ലിന് ഡിഫറെൻറ്റ് ഷേപ്പാണ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് അത് കാണിക്കില്ല. ഇപ്പോൾ ഒരു ഷേപ്പ് ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഷേപ്പ് മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയുള്ള എപ്പോഴും ഈ സെല്ലിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അമീബ. സോ അമീബ എന്താണ്? ഇറഗുലർ ആയിട്ടാണ് അപ്പിയർ, ദാറ്റ് ഇസ് ഷേപ്പ് അപ്പിയേഴ്സ് ഇറഗുലർ. അമീബ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഓക്കെ, അതുപോലെ ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. നമ്മൾ അമീബൻ്റെ ഒരു സ്യൂഡോപോഡിയ എന്നുള്ളൊരു പാർട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാൾസ് ഫീറ്റ് ആണ്. അതിൻ്റെ ബോഡിയിലുള്ള ഈ പുറത്തോട്ട് കാണുന്ന ഈ പ്രൊജക്ഷൻസ്, ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഫാൾസ് ഫീറ്റ് അല്ലെങ്കിൽ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനെ ഫുഡ് കിട്ടാനായിട്ടും ഫീഡ് ചെയ്യാനായിട്ടും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്യൂഡോപോഡിയാണ്. ആ പ്രൊജക്ഷൻസാണ് അവിടെ ഷേപ്പ് മാറി 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 ഇരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സ്യൂഡോപോഡിയ ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ capturing food.
സോ നമ്മൾ സെൽ എന്താണെന്ന് പഠിച്ചു, നമ്പർ ഓഫ് സെൽസിനെ കുറിച്ച് പഠിച്ചു, ഷേപ്പ് പഠിച്ചു, സൈസ് പഠിച്ചു, സെല്ലിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ പാർട്സ് ഓഫ് എ സെൽ. ഈ കാണുന്നതാണ് ഒരു പ്ലാന്റ് സെല്ല്, ഇതാണ് ഒരു അനിമൽ സെൽ. ഓക്കെ, സോ ഈ സെൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പാർട്സും ഇതിൽ തന്നെ നോക്കി പോവാം. ഓക്കെ, അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ പാർട്സുകൾ മൊത്തം ഡിസ്കസ് ചെയ്ത ശേഷം ആ ഡിഫറൻസ് നമുക്ക് വേറെ പറയാം. സെല്ലിൻ്റെ ഔട്ടർ ലെയറിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുക. ഓക്കെ, പക്ഷെ ഇവിടെ പ്ലാന്റ് സെല്ലിന് ഒരു അഡീഷണൽ ആയിട്ട് ഒരു 2 ലൈൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അഡീഷണൽ ആയിട്ട് പുറമേക്ക് വരുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ലെയറിനെയാണ് നമ്മൾ പറയുന്നത് സെൽ വാൾ എന്ന്. ഓക്കെ, അത് പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ സെൽ വാള്. അതൊരു ഡിഫറൻസ് ആണ് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. സെൽ വാൾ ആർക്കുണ്ട്? പ്ലാന്റ്സിനുണ്ട്, ഒരു അഡീഷണൽ ലെയറാണത്. പക്ഷെ അനിമൽസിന് സെൽ വാൾ ഇല്ല, സെൽ മെംബ്രെയിൻ ആണ് സ്റ്റാർട്ടിങ്. ഈ പ്ലാന്റ്സിന് ഈ സെൽ വാൾസ് ഉണ്ടാവാനായിട്ട് കാരണം പ്ലാന്റ്സിന് കുറച്ച് പ്രൊട്ടക്ഷൻ കുറവാണല്ലേ. അത് നമ്മളെ അപേക്ഷിച്ച് ഇപ്പോൾ വിൻഡ്, ടെമ്പറേച്ചർ, ഹൈ സ്പീഡ് വിൻഡൊക്കെ, അതുപോലെ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ, അതുപോലെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാനും എല്ലാത്തിനും ചെയ്യാൻ പറ്റും. പക്ഷേ പ്ലാന്റ്സിന് പറ്റില്ല അല്ലേ, അത് മൂവബിൾ അല്ല. പ്ലാന്റ്സ് അവിടെ നിന്നിട്ടുള്ള ഒരു സംഭവമാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റ് എക്സ്പോഷ്യർ ആയിട്ടുള്ളൊരു സംഭവമാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ വിൻഡ്, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ, അങ്ങനെ പല കാര്യങ്ങളിലും ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സെൽ വാൾ ഉള്ളത്. സോ സെൽ വാൾ എന്ന് പറയുന്നത് ഒരു ഔട്ടർ തിക്ക് ലെയർ ഓഫ് സെൽസ് ഓഫ് പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു ഔട്ടർ തിക്ക് ലെയറാണ്. ഓക്കെ, സെൽ മെംബ്രെയിൻ്റെയും പുറത്തുള്ള ഒരു ലെയർ, അത് നമ്മുടെ അനിമൽസിൽ ഇല്ല. സോ സെൽ മെംബ്രെയിനിലോട്ട് വരാം നമുക്ക്. സെൽ മെംബ്രെയിൻ ആണ് ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഗീവ്സ് ഷേപ്പ് ആൻഡ് റിജിഡിറ്റി ടു ദ സെൽസ്. പ്ലാന്റ്സിലാവുമ്പോൾ സെൽ വോളും കൂടി ഒരു അഡീഷണൽ ആയിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ നല്ല സ്ട്രക്ചർ ആയിരിക്കും പ്ലാന്റ്സിൻ്റെ സെല്ലിനുള്ളത്. ഓക്കെ, പ്ലാന്റ് സെൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയുക, ആ ഷേപ്പും എല്ലാം കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ്? സെൽ വാളും കൂടി എക്സ്ട്രാ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ സെല്ലിലും സെൽ വാൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 എക്സാമ്പിൾ സെൽ വാൾ ഉള്ളത്, ഒന്ന് പ്ലാന്റ്സും പിന്നെ ഒന്ന് ബാക്ടീരിയയുമാണ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഞാൻ നോട്ട്സ് തരുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ വരാവുന്നത് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോസിലും കാണിച്ചു പോകുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ഒന്ന് പ്രത്യേകിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഷോർട്ട് ആൻസേഴ്സ് പോലെയൊക്കെയാണ് നിങ്ങൾക്ക് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 1 വേർഡ്സ് എല്ലാം എഴുതി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ 1 വേർഡ്സ് ഉള്ളത് അപ്പോൾ ഒക്കെ ഒന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ സെൽ മെംബ്രെയിൻ ആണ് ഒരു കുറേ സെല്ലുകൾ അടുത്തടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ വേറൊരു സെല്ലിൽ നിന്നും ഒരു സെല്ലിനെ മാറ്റി നിർത്തും, സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ സെൽ മെംബ്രെയിൻ ആണ്. കാരണം എന്താണ്? അത് ഔട്ടർ ലെയർ ആണല്ലേ. ആ ഔട്ടർ ലെയർ വേറെ സെല്ലുകളിൽ നിന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നു. സോ സെൽ മെംബ്രെയിൻ സെപ്പറേറ്റ് സെൽസ് ഫ്രം വൺ അനദർ ആൻഡ് ഓൾസോ ദ സെൽ ഫ്രം സറൗണ്ടിങ് മീഡിയം. സോ ഒരു സെല്ലിന് ഷേപ്പ് നൽകുന്നത്, അതിൻ്റെ സ്ട്രക്ചറിന് ഷേപ്പ് നൽകുന്നത് ആരാണ്? സെൽ മെംബ്രെയിൻ. നെക്സ്റ്റ് പാർട്ട് ഇസ് സൈറ്റോപ്ലാസം. ഈ കാണുന്ന ഏരിയനാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതായത് സെൽ മെംബ്രെയിൻ്റെ അകത്ത് ഉള്ള ഈ സംഭവത്തിന്, ദാറ്റ് ഇസ് ഇതൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു സെൻറ്ററിലൊരു ഡെൻസ് ആയിട്ട് റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലുള്ള സംഭവം കാണാം. അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് പറയുക. ഓക്കെ, ന്യൂക്ലിയസ്. സോ ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും സെൽ മെംബ്രെയിൻ്റെ അകത്താണ് അല്ലേ. സെൽ മെംബ്രെയിനെ തന്നെ നമ്മൾ വേറൊരു പേരും പറയും, പ്ലാസ്മ മെംബ്രെയിൻ. അതും ഓർത്ത് വെക്കുക. മേ ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. വാട്ട് ഈസ് ദാറ്റ്? അത് സെൽ മെംബ്രെയിൻ തന്നെയാണ്. സോ എന്താണ് ഒരു സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്? ഈ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് അല്ലേ. ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ബിറ്റ്വീൻ, എവിടെയാണ് അതിനെ കാണുന്നത്? ഈ സെൽ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഇടയിൽ കാണുന്ന ഈ ജെല്ലി ലൈക്ക് മെറ്റീരിയലിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസത്തിൽ തന്നെ വേറിങ് കോമ്പോണൻസിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ കളേർഡ് ആയിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. അനിമൽ സെല്ലാണെങ്കിലും കുറേ കോമ്പോണൻസ് അതിൽ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ സൈറ്റോപ്ലാസത്തിലുള്ള ഈ കോമ്പോണൻസിന് നമ്മൾ ഓർഗനൽസ് എന്നാണ് പറയുക. ഓക്കെ, ഓർഗനൽസ്. സോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ഓർഗനൽസ് എവിടെയാണ് കാണുന്നത്? സെല്ലിൻ്റെ ഏത് പാർട്ടിലാണ് ഓർഗനൽസിനെ കാണാൻ പറ്റുക? എവിടെയാണ്? സൈറ്റോപ്ലാസം. ഓക്കെ,
ഓർഗനൽസ് നമുക്ക് പ്ലാന്റ് സെല്ലിലും കാണാൻ പറ്റും, അനിമൽ സെല്ലിലും കാണാൻ പറ്റും. ഓക്കെ, ഈ ഓർഗനൽസിന് എക്സാമ്പിൾസ് ആണ് മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, റൈബോസോംസ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ് അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സസിലേ പഠിക്കുന്നുള്ളൂ. ഓർഗനൽസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് ഇതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഗനൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓഡ് വൺ ഔട്ടിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, മൈറ്റോകോൺട്രിയും പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നാൽ ഇതിൽ ഏതാണ് ഓർഗനൽ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ വന്നാലോ, അതുകൊണ്ടൊന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, റൈബോസോംസ് ഈ 3 കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഒരു അനിമൽ സെല്ലിൽ ഇല്ലാത്ത എന്ന പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള ഒരു ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ്. ഈ പ്ലാന്റ് സെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, കളേർഡായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കണുണ്ടോ, അതിനെയാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് ഉള്ളൊരു ഓർഗനലാണ്. ദേ ആർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഓക്കെ, സം ഓഫ് ദം കണ്ടെയ്ൻ ഗ്രീൻ പിഗ്മെൻറ്റ്. ഇതിൽ ഗ്രീൻ കളർ കാണുന്നതാണ്, എന്തായിരിക്കും ഗ്രീൻ കളറിൽ കാണുന്നത്? യെസ്, ക്ലോറോഫിൽ. പഠിച്ചിട്ടില്ലേ നമ്മൾ? ഗ്രീൻ കളർ പിഗ്മെൻറ്റിൽ കൊടുക്കുന്ന ആളാരാണ്? ക്ലോറോഫിൽ. സോ ഈ ഓർഗനൽസിൽ ഈ ഗ്രീൻ കളറായിട്ട് സ്കാറ്റർ ചെയ്തിട്ട് ഈ സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്ന ആളാണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, സോ നമ്മുടെ പ്ലാസ്റ്റിഡ്സ് പല കളേഴ്സിലുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സിനാണുണ്ട്. ദേ ആർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അതിൽ ഗ്രീൻ കളറിൽ കിടക്കുന്ന പ്ലാസ്റ്റിഡിനെ നമ്മൾ എന്ത് പറയും? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. ആ ഗ്രീൻ പിഗ്മെൻറ്റ് കൊടുക്കുന്നത് ആരാണ്? ക്ലോറോഫിലാണ്. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് നമ്മൾ ലീഫിൽ അറിയാമല്ലോ, ലീഫിൻ്റെ കളറിനും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോറോഫിലും കൂടിയാണ് അല്ലേ. ഫുഡ് സ്വയം ഈ പ്ലാന്റ്സിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ലീവ്സിലാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ലോറോഫിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഒന്നുകൂടെ പറയാം, സൈറ്റോപ്ലാസത്തിലാണ് ഓർഗനൽ ഉള്ളത്. ഓർഗനലിൽ ഒരു സംഭവം തന്നെയാണ് എന്ത്? പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിഡ്സിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതിലത്തെ ഗ്രീൻ കളറാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനാണ് ക്ലോറോഫിൽ പിഗ്മെൻ്റ് ആണ് അതിലുള്ളത്. സോ ഏതൊക്കെയായിരുന്നു പാർട്സ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്? പ്ലാന്റ്സിൽ മാത്രമാണെങ്കിൽ സെൽ വാളിൽ നിന്ന് തുടങ്ങണം. ഇനി ശരിക്കത്തെ നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലേ, നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചത് സെൽ മെംബ്രെയിൻ. പിന്നെ നമ്മൾ പഠിച്ചു ഉള്ളിലുള്ള ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, സൈറ്റോപ്ലാസം, അതിൻ്റെ അകത്തുള്ള ഓർഗനൽസിനെ കുറിച്ച് പഠിച്ചു. ഇനി ഒരാളുള്ളത് ആരാണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ് ഒരു ലിവിങ് സെല്ലിൻ്റെ. ഓക്കെ, ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് നമ്മളെപ്പോഴും സെൻറ്ററിലാണ് അത് പറയുക, റൗണ്ട് ബോഡി ഇൻ ദ സെൻറ്റർ. പക്ഷേ പ്ലാന്റ് സെല്ലിൽ കണ്ടാൽ അറിയാൻ പറ്റും, അതൊരു കമ്പാരിസണിൽ എഴുതാനുള്ള കാര്യമാണ്. ന്യൂക്ലിയസ് ഒരു സൈഡിലോട്ട് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ. അനിമൽ സെല്ലിലാണെങ്കിൽ സെൻറ്ററിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സ്ഫിരിക്കൽ ബോഡിനെ കാണാൻ പറ്റും. വി ക്യാൻ സീ എ സ്മോളർ സ്ഫിരിക്കൽ ബോഡി ഇൻ ദ ന്യൂക്ലിയസ്. അതിന് നമ്മൾ ന്യൂക്ലിയോലസ് എന്നാണ് പറയുക. ഈ ന്യൂക്ലിയസ് ആണ് ഒരു സെല്ലിൻ്റെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ന്യൂക്ലിയസിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും. ഇയാളാണ് മൊത്തം ഈ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ന്യൂക്ലിയസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ ഈ ന്യൂക്ലിയസിൽ തന്നെ കുറച്ച് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിന് കാണാൻ പറ്റുന്നില്ലേ? ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ക്രോമസോംസ്. ഓക്കെ, ക്രോമസോംസിലുള്ളതാണ് ജീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമസോംസ് ക്യാരി ജീൻസ്. ജീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ അച്ഛനും അമ്മയും നിറമില്ല, കറുത്തിട്ടുള്ളൊരു ആൾക്കാരാണെന്ന് വെച്ചാൽ മക്കളും നിറം അതേപോലെ വരുന്നു. അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ്റെയും അമ്മൻ്റെയും കണ്ണൊക്കെ ആരുടെയും ഒരാളുടെ ബ്രൗൺ ഐസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മക്കൾക്കും അതന്നെ കിട്ടുന്നു. അതായത് ഇതൊക്കെ നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ജീൻസിൻ്റെ ആണ്, ഇതൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഒക്കെ ജീൻസിൻ്റെ ഇതിലേ വരുള്ളൂ എന്ന് പറയില്ലേ. അതെന്താണ്? ഈ ക്രോമസോംസിൻ്റെ ഉള്ളിലാണ്, ഈ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ഈ ജീൻസ് എല്ലാം ഉള്ളത്. ഓക്കെ, ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? പാരമ്പര്യമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ദ ഓഫ്സ്പ്രിങ്. സോ ഈ സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസം അതുപോലെ ഓർഗനൽസ്, ന്യൂക്ലിയസ്, ഇത് എല്ലാം കൂടി ചേർന്നാൽ നമ്മൾ അതിനെ പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുക. ഓക്കെ, പ്രോട്ടോപ്ലാസം ഈസ് കാൾഡ് ദ ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് ദ സെൽ.
അല്ലെങ്കിൽ നമുക്ക് പറയാം ദ എൻറ്റയർ കണ്ടൻറ്റ് ഓഫ് എ ലിവിങ് സെൽ. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നതിനെ ആ സെല്ലിനെ നമ്മൾ ഒന്നുകൂടെ പറയും പ്രോട്ടോപ്ലാസം. ഓക്കെ, പ്രോട്ടോപ്ലാസത്തിൽ ഇതെല്ലാം കൂടെ അടങ്ങിയതാണ്. എന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയ അവരെല്ലാവരും, അതായത് ഓർഗനൽസ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ക്രോമസോംസ്, അങ്ങനെ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള സംഭവത്തിനെ നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഓക്കെ, ഇനി വേറൊരു പാർട്ടാണ് വാക്യൂൾ. ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ഇതിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, വാക്യൂൾ എന്നുള്ളത് നമ്മൾ ഈ പ്ലാന്റ് സെല്ലിൽ വലിയ വാക്യൂൾ ആയിരിക്കും, ബിഗ് സൈസ്ഡ് ആയിരിക്കും. അനിമൽ സെല്ലിലാണെങ്കിൽ അത് സ്മോൾ ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. വാക്യൂൾ, ദാറ്റ് ഈസ് വാക്യൂൾ ബി സിംഗിൾ ആൻഡ് ബിഗ് ഇൻ എന്തിൽ? പ്ലാന്റ് സെൽസിൽ സിംഗിൾ ഒന്നേ ഉണ്ടാവുള്ളൂ, അത് ബിഗ് ആയിരിക്കും. ഓക്കെ, ആൻഡ് വാക്യൂൾ ഇൻ അനിമൽ സെൽസ് ആർ മച്ച് സ്മോളർ. അത് ഒന്ന് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം ഇതിൽ അനിമൽ സെല്ലിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പാർട്സ് ഓഫ് എ സെൽ. ഓക്കെ, അപ്പോൾ ഞാൻ സെൽസിൻ്റെ പാർട്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഈ ചാപ്റ്ററിൽ ഇതാണുള്ളത്. പിന്നെ ഇനി വേറൊരു കാര്യം പറയാൻ വിട്ടത്, ന്യൂക്ലിയസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ന്യൂക്ലിയസിൻ്റെ ഈ സൈറ്റോപ്ലാസത്തിലാണല്ലോ ന്യൂക്ലിയസും ഉള്ളത്. സോ ഈ ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് ഒരു മെംബ്രെയിനാണ്. എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ഈ മെംബ്രെയിൻ പറയുന്നതൊക്കെ ഈ ഔട്ടർ ലെയറിനെയാണ് ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൽ മെംബ്രെയിൻ എന്തായിരുന്നു? ആ ഔട്ടർ ലൈൻ, ആ ലെയർ ആയിരുന്നു സെൽ മെംബ്രെയിൻ. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിൻ്റെ ആ ഔട്ടർ ലെയറിനെയാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അവിടെ സെൽ മെംബ്രെയിനും എന്താണ്? പോറസ് ആയിരുന്നു. ഓക്കെ, സെൽ മെംബ്രെയിൻ പോറസ് എന്ന് വെച്ചാൽ അതിലിങ്ങനെ കുഞ്ഞു സുഷിരങ്ങളുണ്ട്. സോ നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ ഉള്ളിലോട്ടും അവിടുന്ന് പുറത്തോട്ടും ഒക്കെ സെല്ലിന് എടുക്കാനും വിടാനൊക്കെ ആയിട്ട് പറ്റും അവിടെ പോറസ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിനും എന്താണ്? പോറസ് ആണ്. ഇറ്റ് അലോസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. സോ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ, ആ ഔട്ടർ ലെയർ അവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ആ ന്യൂക്ലിയസിന് നല്ല ഷേപ്പും അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും അല്ലേ ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലെങ്കിൽ നേരെ തിരിച്ച് അതിന് നല്ലപോലെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ അതിനൊരു വെൽ ഓർഗനൈസ്ഡോ ആയിരിക്കില്ല. ആൻഡ് അത് ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ചില ഈ ബാക്ടീരിയ, ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ടല്ലോ, അതിലൊന്നും ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല ന്യൂക്ലിയസിന്. ഓക്കെ, സോ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത സെല്ലുകളെ നമ്മൾ പ്രോക്കറിയോട്ടിക് സെൽസ്, ഓക്കെ, പ്രോക്കറിയോട്ടിക് സെൽസ് എന്നാണ് പറയുക. അതുപോലെ അതില്ലാത്തപ്പോൾ ഓർഗാനിസംസ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊന്നും ഇല്ല. ഈ രണ്ട് കൂട്ടർ മാത്രം. ആരാണ്? ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇത് എപ്പോഴും പഠിച്ചൊക്കെ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവർക്ക് രണ്ടാൾക്കും എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ, ആ ഔട്ടർ ലെയർ, ന്യൂക്ലിയസിനുള്ള ഔട്ടർ ലെയർ ഇവർക്ക് ഇല്ല, ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. സോ ഇവരെ നമ്മൾ വിളിക്കുന്നത്, ഇങ്ങനത്തെ ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താ അറിയോ? പ്രോക്കറിയോട്ടസ്. സോ എന്താണ് പ്രോക്കറിയോട്ടസ് ഓർഗാനിസം എന്ന് പറയുന്നത്? ഓർഗാനിസം വിച്ച് ഹാവ് നോ ന്യൂക്ലിയർ മെംബ്രെയിൻ ഓൺ ദെയർ ന്യൂക്ലിയസ് അല്ലേ. ഈ ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഒഴികെ ബാക്കി എല്ലാ ഓർഗാനിസത്തിനും ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. സോ ആ അങ്ങനത്തെ ഉള്ള ഓർഗാനിസം, നമ്മളടങ്ങുന്ന ബാക്കി എല്ലാ ഓർഗാനിസത്തിനെയും പറയുന്നത് യൂക്കറിയോട്ടസ്. സോ അങ്ങനെയുള്ള സെൽസിന് എന്ത് പറയും? യൂക്കറിയോട്ടിക് സെൽസ്. ഓക്കെ, കുറച്ച് ടഫാണ് നമുക്ക് വേർഡ്സ് പഠിക്കാനായിട്ട്, പക്ഷെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ഇതെന്തായാലും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രോക്കറിയോട്ടസ് അല്ലെങ്കിൽ യൂക്കറിയോട്ടസ് എന്താണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ പ്രോക്കറിയോട്ടിക് സെൽസ് എന്താണ്, യൂക്കറിയോട്ടിക് സെൽസ് എന്താണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. സോ ഇത് നോക്കൂ, ഒരു ഹ്യൂമൻ ചീക്ക് സെല്ലിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറയാൻ നോക്കൂ, നമ്മൾ പഠിച്ചതാണ് പാർട്സൊക്കെ അല്ലേ, ഒന്ന് നോക്കി നോക്കാം. ഇതിൽ പുറത്ത് കാണുന്ന സംഭവമാണ് എന്ത്? സെൽ മെംബ്രെയിൻ അല്ലേ. ഇനി ഉള്ളിലുള്ളത് എന്താണ്? ഇതാണ് സൈറ്റോപ്ലാസം. ആൻഡ് ഈ ഡെൻസ് ആയിട്ടുള്ള റൗണ്ടഡ് ഷേപ്പുള്ള സെൻറ്ററിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ആളാണ് ന്യൂക്ലിയസ്. ആൻഡ് ന്യൂക്ലിയസിൻ്റെ ആ ഔട്ടർ ലെയറിനെ പറയുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കോമ്പോണൻസ്. വാട്ട് ആർ ദ ബേസിക് കോമ്പോണൻസ് ഓഫ് എ ലിവിങ് സെൽ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയേണ്ടത്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം,
മെയിൻലി ന്യൂക്ലിയസ്. ഓക്കെ, നൗ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്ലാന്റ് സെൽ ആൻഡ് എൻ അനിമൽ സെൽ? ഇവിടെ നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് അനലൈസ് ചെയ്യാം. സെൽ മെംബ്രെയിൻ പ്ലാന്റ് സെല്ലിലുണ്ടോ അനിമൽ സെല്ലിലുണ്ടോ? ഓഫ് കോഴ്സ് സെൽ മെംബ്രെയിൻ രണ്ടിലുണ്ട് അല്ലേ. സെൽ വാളോ? സെൽ വാൾ ഞാൻ പറഞ്ഞു പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ, അനിമൽ സെല്ലിൽ ആബ്സെന്റ്. ഇനി ന്യൂക്ലിയസ്, ഓഫ് കോഴ്സ് ന്യൂക്ലിയസ് രണ്ടിലും ഉണ്ട് അല്ലേ. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഓഫ് കോഴ്സ് പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും ഉണ്ട്. കാരണം ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഒഴിച്ച് ബാക്കിയെല്ലാം യൂക്രയോട്ടസ് ആണ്. സോ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്ലാന്റിനും അനിമലിനും ഉണ്ട്. ആൻഡ് സൈറ്റോപ്ലാസം ഓഫ് കോഴ്സ് രണ്ടിനും ഉണ്ട്. പ്ലാസ്റ്റിഡ്സ് പറയൂ. പ്ലാസ്റ്റിഡ്സ് അനിമൽ സെല്ലിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് കളേർഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഉള്ളത്, അവരാണ് പ്ലാസ്റ്റിഡ്സ്. അപ്പോൾ അത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ, അനിമൽ സെൽ ഇസ് ആബ്സെന്റ്. നെക്സ്റ്റ് ഇസ് വാക്യൂൾ. വാക്യൂൾ അറിയാം രണ്ടിലുണ്ട് അല്ലേ, പക്ഷേ പ്ലാന്റ് സെല്ലിൽ വലുതായിരിക്കും, അനിമൽ സെല്ലിൽ സ്മോൾ ആയിരിക്കും. പിന്നെ നമ്പർ ഓഫ് വാക്യൂൾസ് അനിമൽ സെല്ലിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാകും, പ്ലാന്റ് സെല്ലിൽ എന്താണ് ഓൺലി വൺ ബിഗ് vacuole, isn't it? So comparison easy ആയല്ലോ. അതുപോലെ ഞാൻ ഇനി ഒരൊറ്റ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ സൈസ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് അമീബയുടെ സെൽ സൈസ് ചേഞ്ച് ചെയ്ത് വരും എന്നൊക്കെ പറഞ്ഞു നമ്മൾ സ്യൂഡോപോഡിയ. അതുപോലെ ഒരാൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്തുണ്ട് ഒരു സെല്ല്, അതാണ് വൈറ്റ് ബ്ലഡ് സെൽ. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് ആ സെല്ലിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഒരു ഹ്യൂമൻ ബോഡിക്കകത്ത് ഇങ്ങനെ സെല്ല് മാറുന്ന ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു സെൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായാലും ചോദിക്കും, അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. അപ്പോൾ എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ്, WBC ഇൻ ഷോർട്ട്, WBC എന്നാണ് അതിനെ നമ്മൾ പറയുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് ഒന്ന് എക്സസൈസും കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. എ, യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഹാവ് വൺ സെൽഡ് ബോഡി. ഓഫ് കോഴ്സ് യൂണിസെല്ലുലർ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ആണ് അല്ലേ, അപ്പോൾ ട്രൂ. മസിൽ സെൽസ് ആർ ബ്രാഞ്ച്ഡ്, തെറ്റാണ്. ഇറ്റ് ഈസ് ഫോൾസ്. ഏതിനാണ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളത്? നെർവ് സെൽസ് അല്ല, നമ്മൾ ഷേപ്പിൽ പഠിച്ചതായിരുന്നു. നെർവ് സെല്ലിനാണ് ലോങ് ആയിട്ട് ബ്രാഞ്ചഡ് ആയിട്ടുള്ളത്, നെർവ് സെൽസ് ആണ്. ഇനി സി, ദ ബേസിക് ലിവിങ് യൂണിറ്റ് ഓഫ് എ ഓർഗാനിസം ഈസ് ആൻ ഓർഗൻ. ആണോ? അല്ല, നമ്മൾ ഇത്ര തന്നെ പഠിച്ച സെല്ലിനെ കുറിച്ചാണ്. സെല്ലാണ് ബേസിക് ആയിട്ടുള്ളത്. സോ ബേസിക് ലിവിങ് യൂണിറ്റ് ഇസ് സെൽ. ഇനി അമീബ ഹാസ് ഇറഗുലർ ഷേപ്പ്. ഓഫ് കോഴ്സ് ഇപ്പോൾ പറഞ്ഞുള്ളൂ, അമീബയ്ക്ക് എന്താണ് ഇറഗുലർ ഷേപ്പാണ്. ട്രൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ സ്കെച്ച് ഓഫ് ഹ്യൂമൻ നെർവ് സെൽ. വാട്ട് ഫംഗ്ഷൻ ഡു നെർവ് സെൽസ് പെർഫോം? നെർവ് സെല്ലിനെ നമ്മൾ കണ്ടതാണ്, അപ്പോൾ ഒന്ന് സ്കെച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് ഫങ്ഷൻസ് എന്താണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിൽ നിന്നും ഇങ്ങോട്ടും അങ്ങോട്ടും സിഗ്നൽസിനെ പാസ് ചെയ്യുക അല്ലെ, മെസ്സേജസ് പാസ് ചെയ്യുക. ഞാൻ എഴുതിയിട്ടുണ്ട്, നോട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യാം, വായിച്ചു നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോവിങ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ഓഫ് എ സെൽ. അതിനെക്കുറിച്ച് ഞാൻ നോട്ടിൽ എഴുതിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, അതും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ സെൽ കണ്ടെയ്ൻ ഓർഗനൽസ്? ഓഫ് കോഴ്സ് സൈറ്റോപ്ലാസം. ഞാൻ പറഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ, സൈറ്റോപ്ലാസം. ആൻഡ് ഫിഫ്ത്ത് വൺ, മേക്ക് സ്കെച്ച് ഓഫ് അനിമൽ ആൻഡ് പ്ലാന്റ് സെൽസ്. State 3 differences between them. ഓക്കെ, നമ്മൾ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലുമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതൊന്ന് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിച്ച് വെക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും 3 ഡിഫറൻസ് എഴുതി വെക്കാം. നമ്മൾ കമ്പാരിസൺ ചെയ്തല്ലോ, ഒരു ടേബിൾ ഇപ്പോൾ അനലൈസ് ചെയ്തല്ലോ, അതിലേതെങ്കിലും ഒരു 3 ഡിഫറൻസ് നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ എന്താണ്? സെൽവാള് ഒന്നിലുണ്ട്, പ്ലാന്റ് സെല്ലിലുണ്ട്, അനിമൽ സെല്ലിൽ സെൽവാള് ഇല്ല. പ്ലാസ്റ്റിഡ്സ് ഉണ്ട് പ്ലാന്റ് സെല്ലിൽ, അനിമൽ സെല്ലിൽ ഇല്ല അല്ലേ. അതുപോലെ ബിഗ് വാക്യൂളാണ് പ്ലാന്റ് സെല്ലിലുള്ളത്, സ്മോൾ വാക്യൂളാണ് അനിമലിലുള്ളത്. സോ 3 ഡിഫറൻസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് സിക്സ്ത് വൺ, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂക്കറിയോട്ടസ് ആൻഡ് പ്രോക്കറിയോട്ടസ്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ പറഞ്ഞതാണ്, അതൊന്ന് ജസ്റ്റ് ഫോഴ്സ് ചെയ്ത് നോക്കുക. ഓക്കെ, വേർ ആർ ക്രോമസോംസ് ഫൗണ്ട് ഇൻ എ സെൽ, സ്റ്റേറ്റ് ദർ ഫംഗ്ഷൻ. ക്രോമസോംസ് എവിടെ കാണുന്നത്? ന്യൂക്ലിയസിൽ അല്ലേ. ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അത് ജീൻസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ജീൻസ് ആണ് നമ്മുടെ ഇൻഹെറിറ്റൻസ്, അതായത് പാരമ്പര്യം നിലനിർത്തുന്നത് അല്ലേ, ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാരക്ടേഴ്സ്. അതും ഒന്ന് പോസ് ചെയ്ത് നോക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എയ്ത്ത് വൺ, സെൽസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. എക്സ്പ്ലെയിൻ. ഓഫ് കോഴ്സ് സെൽസിൽ നിന്നാണ് ടിഷ്യൂസ് ആണ് ഓർഗൻസ് ആയിട്ട് ഉണ്ടാവുന്നത്. പിന്നെ സെല്ലിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, അതിനെല്ലാം കൂടെ ഞാൻ കമ്പയർ ചെയ്തിട്ട് ഒരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക, വായിച്ച പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഓക്കെ, നയൻത്ത് വൺ ഇസ് എക്സ്പ്ലെയിൻ വൈ ക്ലോറോപ്ലാസ്റ്റ് ആർ ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. യെസ്,
അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ കൊടുക്കുന്ന ക്ലോറോഫില്ലുള്ള ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ക്ലോറോഫിൽ നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മളുടെ സ്വന്തമായിട്ട് ഫുഡ് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷെ പ്ലാന്റ്സിന് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ യൂസിങ് ക്ലോറോഫിൽ, അല്ലേ. സോ പ്ലാസ്റ്റിഡ്സ് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിഡായ ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ ഉള്ളത്. അപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 10th ക്വസ്റ്റ്യൻ ഇത് ഫില്ല് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിന് ക്ലൂസോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ല് നിങ്ങൾ ചെയ്യൂട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ക്ലൂസ് വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. ദിസ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഓഫ് കോഴ്സ് ക്ലോറോഫിൽ, അല്ലേ. ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ക്ലോറോഫിലാണ്. തേർഡ് വൺ ഇതിൽ ടേം ഫോർ കോമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ സൈറ്റോപ്ലാസം ഇസ് ഓഫ് കോഴ്സ് ഓർഗനൽ, അല്ലേ. നെക്സ്റ്റ് ഇസ് ദിസ് ദ ലിവിങ് സബ്സ്റ്റൻസ് ഇൻ ദ സെൽ. എന്താണ് ലിവിങ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് പ്രോട്ടോപ്ലാസം എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ. യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രസൻറ്റ് ഓൺ ദ ക്രോമസോംസ്. ക്രോമസോം ക്യാരി ജീൻസ് എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ. ഇനി ഗ്രീൻ പ്ലാസ്റ്റിഡ്സ്. എന്താ ഗ്രീൻ പ്ലാസ്റ്റിഡ്സിനെ നമ്മൾ പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ്. ഫോംഡ് ബൈ കളക്ഷൻ ഓഫ് ടിഷ്യൂസ്. എന്താണ് ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാവുന്നത്? ഓർഗൻ, അല്ലേ. ഇനി ഇറ്റ് സെപ്പറേറ്റ്സ് ദ കണ്ടന്റ് ഓഫ് സെൽ ഫ്രം ദ സറൗണ്ടിങ് മീഡിയം. ഓഫ് കോഴ്സ് എന്താണ്? സെൽ മെംബ്രെയിൻ, അല്ലേ. മറ്റ് സെല്ലുകളിൽ നിന്നും മറ്റ് സെല്ലിൻ്റെ അപ്പുറത്തുള്ള മീഡിയങ്ങളിൽ നിന്നും സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നതാരാണ്? സെൽ മെംബ്രെയിൻ, ഔട്ടർ ലെയർ. ഓക്കെ. എംപ്റ്റി സ്ട്രക്ചർ ഇൻ ദ സൈറ്റോപ്ലാസം. എംപ്റ്റി സ്ട്രക്ചർ ആയിട്ട് കിടക്കുന്നതാണ് വാക്യൂൾ. എ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിന് നമ്മൾ പറയാം ടിഷ്യൂസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. നിങ്ങൾക്ക് ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത ഞാൻ നമ്മുടെ കമ്പഷൻ ആൻഡ് ഫ്ലെയിം അതിൻ്റെ സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. So see you in the next class, in the next video. Till then, it's me Shana signing off.